ഹായ് ഹലോ. ഇത് കളി വിവരണമൊന്നുമല്ല, കളിയിലേക്കുള്ള ഒരു ക്ഷണം എന്ന് വേണമെങ്കിൽ പറയാം. കളി കാണണം, നിർബന്ധമായിട്ട് കാണണം എന്ന് പറയുന്നതാണെന്ന് മാത്രം. അതായത് കാർലോസ് ആഞ്ചലോട്ടി അത്ര വേഗം അയാൾ മറന്നു പോകാൻ ഇടയില്ല. കളിഭ്രാന്തന്മാരും ഫുട്ബോളിനെ ശ്രദ്ധിക്കുന്നവരും ഒക്കെ തന്നെ ഓർത്തിരിക്കുന്ന ഒരു പേരാണ്. 1990-കളിൽ ക്ലബ്ബ് ഫുട്ബോൾ രംഗത്തെ അധികാരനായിരുന്നു ഇറ്റലിയുടെ കാർലോസ് ആഞ്ചലോട്ടി. ആൻസലോട്ടി എന്നാണ് ശരിക്കും പേര്, നമ്മൾ കാർലോ ആഞ്ചലോട്ടി എന്നൊക്കെ പറയും. അപ്പൊ അദ്ദേഹം ആണ് ബ്രസീൽ ടീമിന്റെ, ബ്രസീൽ 2026 ഫിഫ വേൾഡ് കപ്പിന് വന്നിരിക്കുന്ന സ്ക്വാഡിന്റെ 26 അംഗ സ്ക്വാഡാണ് വന്നിട്ടുള്ളത്. ആ സ്ക്വാഡിന്റെ മുഖ്യ പരിശീലകൻ. നെയ്മർ മുതൽ വിനീഷ്യസ് ജൂനിയർ, റഫീഞ്ഞോ, സവീഞ്ഞോ, റയാൻ തുടങ്ങിയ ബ്രസീലിയൻ മുന്നേറ്റ നിര, ഇഗോർ തിയാഗോ, മാഴ്സനെല്ലി, മത്യാസ് കുഹ, എൻട്രിക് തുടങ്ങിയ വീരന്മാർ വേറെ. ഇവർക്ക് ഏതൊരു പ്രതിരോധ നിരയെയും കീറി മുറിക്കുവാനുള്ള ശേഷി, ശക്തി ഉണ്ട് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ യാതൊരു അതിശോക്തിയില്ല. ഇവരുടെ കൂടെയോ അലക്സാണ്ട്രോ, ബ്രൂണോ ഗൊമറസ്, അങ്ങനെയുള്ള പ്രതിരോധ നിര, ലോകപ്രസിദ്ധരായ ആ പ്രതിരോധ നിര ആർക്ക് മറികടക്കാനായിട്ട് സാധിക്കും? അതുപോലെ തന്നെ ഗോൾ ബാറിന് താഴെ നിൽക്കുന്നത് അലിസൺ ബെക്കനാണ്. അദ്ദേഹം ഒരു പടച്ചട്ട അണിഞ്ഞിട്ടായിരിക്കും അവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിലൊരു യാതൊരു അതിശയോക്തിയും ഇല്ല. ന്യൂയോർക്കിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തില്, അതായത് ന്യൂജേഴ്സിയിലാണത്, ഇന്ന് രാത്രി ഇന്ത്യൻ സമയം കൃത്യം 3:30 ബ്രസീൽ ബ്രസീൽ എന്ന വിളികൾ മുഴങ്ങും. അതുപോലെ തന്നെ സെലസവും, അതായത് ബ്രസീലിയൻ പോർച്ചുഗൽ ഭാഷയിൽ സെലസൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാ വാ ബ്രസീൽ എന്നാണ് അർത്ഥം. ആ മുദ്രാവാക്യം ഇങ്ങനെ പ്രകമ്പനം കൊള്ളും. കളിഭ്രാന്തന്മാര്, ബ്രസീൽ ഫുട്ബോൾ ആരാധകര് ഇന്ന് ഉറക്കമൊഴിയുന്ന രാവാണ്. ഒരൊറ്റ മനസ്സും ഒരൊറ്റ ചിന്തയുമായി ബ്രസീൽ ഫുട്ബോൾ ഭ്രാന്തന്മാര് ടി വിക്ക് മുന്നിൽ ഇന്ത്യയിൽ ഇന്ന് ഇരിക്കുന്ന, അല്ലെങ്കിൽ ഇരിക്കേണ്ട ഒരു ദിവസമാണ്. ബ്രസീല് ഇന്ന് നേരിടുന്നത് ലോക യൂത്ത് ഫുട്ബോൾ ഫിഫ വേൾഡ് കപ്പ്, അതിൽ ജേതാക്കളായിട്ടുള്ള മൊറോക്കോ ടീമിനെയാണ്. അവരൊട്ടും മോശക്കാരല്ല. മൊറോക്കൻ ആരാധകര് ലോകം മുഴുവനുണ്ട്. വളരെ പ്രസിദ്ധരായ പ്രഗത്ഭരായിട്ടുള്ള താരങ്ങൾ അവർക്കുണ്ട്. അത് യുവനിരയാണ് എന്നുകൂടി മറന്നുപോരുത്. അച്ചറഫ് ഹക്കീമി, ബ്രാഹിം, ഡയസോഫിയാൻ, യാസിബോണി തുടങ്ങിയ ചുണക്കുട്ടന്മാര് ബ്രസീലിന്റെ പടയോട്ടം തുടക്കത്തിലേ തന്നെ തടഞ്ഞു നിർത്തുമോ എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഗ്രൂപ്പ് സിയില് പൊടി മാറുന്ന പോരാട്ടമായിരിക്കും, ഒരു തർക്കമില്ല. ഏതായാലും ബ്രസീലാണോ യുവനിരയുമായി വന്നിട്ടുള്ള മൊറോക്കോയാണോ, നമുക്ക് കാത്തിരുന്ന് കാണുമല്ല, വേറെ ഒരു വഴി, ഒരു മാർഗമില്ല. ആർക്കും ഇത് പ്രവചിക്കുവാൻ കഴിയില്ല. പ്രവചനങ്ങൾക്കൊക്കെ അപ്പുറത്താണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മത്സരം വളരെ പ്രാധാന്യം ഏറിയതാണ്. ഈ മത്സരത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരും ക്ഷണിക്കുന്നു. ഒന്നും ഉറങ്ങരുത് ഇന്ന്, അല്ലെങ്കിൽ ഇന്ന് അലാറം വെച്ച് എഴുന്നേൽക്കണം. കൃത്യം 3:30 ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം, പുലർച്ചെ 3:30. താങ്ക് യു വെരി മച്ച്.